ഒരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. 1 ശമൂവേൽ പുസ്തകം. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. നമ്മൾ ഒത്തിരി വായിച്ച് ഒത്തിരി പ്രസംഗങ്ങളെ കേട്ടിരിക്കുന്ന, നിങ്ങൾ തന്നെ പല ചിന്തകളെ ലഭിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന: യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. നമുക്കറിയാവുന്ന എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഏൽക്കാന, ഇസ്രായേലിൽ എഫ്രൈം മലനാട്ടിൽ ഏൽക്കാന എന്നുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 1 ഹന്ന, 2 പെനീന. 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഹന്നയ്ക്കുണ്ടായ ജീവിതത്തിൽ ഒരു വലിയ വേദനാജനകമായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹന്നയ്ക്ക് മക്കളില്ലാത്തതിനാൽ പെനീന ഒരു പ്രതിയോഗിയായി ഹന്നയെ എപ്പോഴും എന്നല്ല, ഞാനതിലേക്ക് എൻ്റെ മെസ്സേജിലേക്ക് വരുമ്പോൾ ഞാനത് കണക്ട് ചെയ്യാം. ഹന്നയെ പെനീന വേദനിപ്പിച്ചു. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ചില കാര്യങ്ങളെ ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് പറയുന്നത് ഹന്നയുടെ ഇൻഫെർട്ടിലിറ്റി, ഹന്നയുടെ വന്ധ്യത, അല്ലേ? ഹന്നയ്ക്ക് മക്കളില്ലാത്ത അവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഹന്നയ്ക്ക് മക്കളില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഭാഗം വായിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോയപ്പം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന, എന്നെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഒത്തിരി വിഷമിപ്പിച്ചൊരു ചിന്ത. ഹന്നാസ് ഫിസിക്കൽ ഇൻഫെർട്ടിലിറ്റി വാസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇസ്രായേൽസ് സ്പിരിച്വൽ ഇൻഫെർട്ടിലിറ്റി. ഹന്നയുടെ ശാരീരികമായ വന്ധ്യത ഇസ്രായേലിൻ്റെ ആത്മീക വന്ധ്യതയാണ് ആ കാലഘട്ടത്തിൽ കാണിപ്പിച്ചത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഹന്നയ്ക്കെടുത്ത് മടി വെച്ച് കുഞ്ഞേന്ന് വിളിക്കാൻ ഒരു മോനില്ലാത്ത പോലെ ദൈവത്തിനെടുത്ത് പേരെടുത്ത് വിളിക്കാൻ ഒരൊറ്റ കുഞ്ഞ കാലത്തില്ലായിരുന്നു. ഹന്നയ്ക്ക് മടിയിലെടുത്ത് വെച്ച് കുഞ്ഞേന്ന് വിളിക്കാൻ, പേര് വിളിക്കാൻ ഒരു കുഞ്ഞ കാലത്തിൽ ഇല്ലായിരുന്നത് പോലെ ദൈവത്തിന് ആ കാലത്ത് കുഞ്ഞേന്ന് വിളിക്കാൻ, മോനേന്ന് വിളിക്കാൻ, പേരെടുത്ത് വിളിക്കാൻ ഒരൊറ്റ മനുഷ്യൻ ആ കാലഘട്ടത്തിലായിരുന്നു. So Hannah's physical infertility was an indication of Israel's spiritual infertility. ഇതിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങളെയാണ് ഈ രാത്രി നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ ഈ ഒരു ഭാഗം നോക്കുമ്പം നമുക്ക് വളരെ ക്ലിയർ ആണ്. ആ നോക്കിക്കേ, 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ, അതാ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നും പെനീന ഹന്നനെ വേദനിപ്പിച്ചില്ല. 365 ദിവസവും പെനീനയുടെ പുറകെ നടന്ന് ഹന്ന വേദനിപ്പിച്ചില്ല. നോക്കണ, ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ട്. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ഒരു പർട്ടിക്കുലർ ടൈമില്ല. അത് എന്ന് പോകുമോ അന്നൊക്കെ പ്രശ്നമാണ്. എന്ന് പോകുമോ, എന്ന് ആലയത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമോ അന്നൊക്കെ പെനീന വരും. പെനീന വന്നിട്ട് പറയുക, നീ പോയിട്ട് എന്തോ അടി കാര്യം ഇരിക്കുന്നത്, നീ പോയിട്ട് എന്തോ കാര്യം ഇരിക്കുന്നത്, ഇവിടെ എനിക്ക് മക്കളുള്ള പോലെ നിനക്ക് മക്കളില്ലല്ലോ. ഹന്നയ്ക്ക് മക്കളില്ലെന്നുള്ള പേരിൽ പെനീന ഹന്നയെ വേദനിപ്പിച്ച സമയം 365 ദിവസമല്ല, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അത് എന്തോ അതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ഹന്നയിലേക്ക് ദൈവത്തിന് തൻ്റെ വേദനയൊന്ന് പകർന്നു കൊടുക്കണമായിരുന്നു. ദൈവത്തിൻ്റെ ചങ്ക് തകർക്കുന്ന ഒരു വേദനയായിരുന്നു. എനിക്ക് പേരെടുത്ത് വിളിക്കാൻ ആരുമില്ലെന്നുള്ളൊരു വേദന. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിനെ തകർക്കുന്ന വേദനയായിരുന്നു, എനിക്ക് പേരെടുത്ത് വിളിക്കാൻ ആരും ഇല്ലല്ലോ എന്ന്. ഈ ഒരു വേദനയെ ഹന്നയ്ക്ക് ദൈവത്തിന് പകർന്നു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ആലയത്തിലേക്ക് പോകുമ്പം പ്രതിയോഗി പുറകെ വരും. ഈ കാര്യം പറഞ്ഞ് ഹന്നയെ വേദനിപ്പിക്കും. ഹന്നേ, എനിക്ക് മക്കളുണ്ട്, നിനക്ക് മക്കളില്ല, നീ മച്ചിയല്ലേ,
നിനക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. ഈ പുറകെ നടന്ന ആ സ്ത്രീയെ, ഹന്നയെ പെനീന വേദനിപ്പിച്ചു. പക്ഷെ ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. അതിതാണ്, ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ഹന്നയ്ക്ക് പകർന്നു കൊടുക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അസാധ്യതകൾ, പല മുടക്കങ്ങൾ, പല തടസ്സങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ മാനുഷികമായ കൈകളല്ല, പിശാച് മാത്രമല്ല, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചിലത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എവിടേക്കോ നമുക്കുണ്ടാകുന്ന അടവുകളുണ്ടല്ലോ, എവിടേക്കോ നമുക്കുണ്ടാകുന്ന ബ്ലോക്കുകളുണ്ടല്ലോ, എവിടേക്കോ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളുണ്ടല്ലോ, ഇല്ലായ്മകളുണ്ടല്ലോ, ശൂന്യതകളുണ്ടല്ലോ. ഇതിൻ്റെ പർപ്പസ്, ദൈവം നമ്മളോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ അങ്ങ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഇല്ലായ്മയിലൂടെ, എൻ്റെ ശൂന്യതയിലൂടെ അങ്ങ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തെ എന്നോടൊന്ന് പറഞ്ഞു തരണമെന്ന് എത്ര ദൈവമക്കൾക്ക് ഈ രാത്രികാലം ഒന്ന് പറയാൻ കഴിയും? നമുക്ക് നോക്കാം എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകാം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഹന്നാസ് ഫിസിക്കൽ ഇൻഫെർട്ടിലിറ്റി വാസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇസ്രായേൽസ് സ്പിരിച്വൽ ഇൻഫെർട്ടിലിറ്റി. നമുക്ക് എന്താണ് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ആ കാലത്ത് ഇസ്രായേലിൽ പുരോഹിതനായിട്ട് ആയിരുന്നത് ഏലി പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് മക്കൾ 2 പേരുണ്ടായിരുന്നു, ഹൊഫ്നി ഉണ്ടായിരുന്നു, ഫിനെഹാസ് ഉണ്ടായിരുന്നു. അവരും പുരോഹിതന്മാരായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ കാലത്തെ സ്പിരിച്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തെ സ്പിരിച്വൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ഒന്ന് വായിക്കാവോ? 1:13-14 വാക്യങ്ങളൊന്ന് വായിക്കാവോ? ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏലി പുരോഹിതന്റെ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്സാണ്. ഏലി പുരോഹിതന്റെ ആ പുറമേ ഉള്ള തൻ്റെ അന്ധതയാണ് ഈ ഒരു വാക്യം പറയുന്നത്. ആ കാലത്തെ ഇസ്രായേലിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ സവിശേഷത മോർ ദാൻ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്, അവിടെ ആ കാലത്ത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, ആത്മീക അന്ധത. അതിനെയൊന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞാൽ, ഈ ആത്മീക അന്ധത എന്ന് പറഞ്ഞാൽ, ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ക്രൗഡിൽ ദൈവം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പം നമുക്കതൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ പറയും ദൈവസാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്, പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പറയും ദൈവസാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്, അടുത്തിരിക്കുന്നവർ കരയുന്നു, അടുത്തിരിക്കുന്നവർ കൈകൊട്ടുന്നു, സ്റ്റിൽ നമ്മളിലൊരു മാറ്റവുമില്ലെങ്കിൽ നമുക്ക് എവിടേക്കോ ആത്മീക അന്ധത സംഭവിച്ചിരിക്കുക. കർത്താവ് നമ്മുടെ മധ്യമുണ്ടെന്ന്, അടുത്തിരിക്കുന്ന ആൾ കരയുന്നു. എന്തിനാ ഇവൻ കരയുന്നേ? എന്തിനാ ഇവര് കരയുന്നേ? ഈ കരയുന്ന എല്ലാ കണ്ണുനീരൊന്നും വിഷമം കൊണ്ടൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. തിക് പ്രസൻസിൽ ഉണ്ടാകുന്ന ചില കണ്ണുനീരുകളുണ്ട്. പക്ഷെ ഇതിനെ സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീകമായി അന്ധത പിടിച്ചിരിക്കുകയാണ്. ഈ ഏലി പുരോഹിതനെ നോക്കുമ്പം ഏലി പുരോഹിതൻ്റെ അടുത്ത് ഈ സ്ത്രീ ഹന്ന ചെന്ന് ആലയത്തിലിരുന്ന് കരയുകയാണ്. കണ്ണ് നിറഞ്ഞ് ചങ്ക് പൊട്ടി എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പം അത് ശബ്ദം പുറത്തു വരുന്നില്ല, ഉള്ളിൻ്റെ വിങ്ങലായി പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട് ഏലി പുരോഹിതന് മനസ്സിലാകുന്നില്ല ഈ സ്ത്രീ കരയുവാണോ, ഈ സ്ത്രീ മത്ത് പിടിച്ചിരിക്കുവാണോ, ലഹരി പിടിച്ചിരിക്കുവാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അത് അകത്തെ പുറത്തെ മനുഷ്യൻ്റെ അന്ധതയുടെ അപ്പുറം ഏലി പുരോഹിതൻ്റെ അകത്തെ മനുഷ്യൻ ബ്ലൈൻഡായി പോയി. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക അന്ധത സംഭവിച്ചു. നമ്മുടെ അടുത്ത് വന്ന് പലരും അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളൊക്കെ പറയുമ്പോൾ നമുക്കതിനെ അതിൻ്റേതായ രീതിയിലൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയരെ, നമുക്ക് ആത്മീക അന്ധതയാണ്. ദൈവം നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലി ബ്ലൈൻഡാണ്, നമുക്ക് ആത്മീക അന്ധത പിടിച്ചിരിക്കുകയാണ്. ഇനി അതിനെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, കർത്താവ് വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ബർത്തിമായി അവിടെ അന്ധനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പം
ഈ ബർത്തിമായിയുടെ അന്ധതയെ മാറ്റിയൊരു കാര്യമുണ്ട് കേട്ടോ. ബർത്തിമായിയുടെ അന്ധതയെ മാറ്റിയൊരു കാര്യമുണ്ട്. അവിടെ ബർത്തിമായി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഈ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മാറണമെങ്കിലുള്ള ഒരൊറ്റ വഴി എന്തോന്നറിയാവോ? നമ്മളെ പാസ് ചെയ്ത് പോയ കർത്താവുണ്ടല്ലോ, ഈ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആരാധനയിൽ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്ന കർത്താവുണ്ടല്ലോ, ആ കർത്താവിനെ യേശുവേ എന്ന് പറഞ്ഞൊന്ന് വിളിച്ച അവിടെ തീരും നമ്മുടെ അന്ധത. അവിടെ തീരും നമ്മുടെ അന്ധത. ഈ മുന്നിലൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവസാന്നിധ്യം, ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ കർത്താവ് പാസ് ചെയ്ത് പോകുമ്പം കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം സന്തോഷത്തോടെയാണ് പോകുന്നത് തോന്നുന്നുണ്ടോ? ദൈവം ആരാധനയിൽ നമ്മൾ നിർവികാരരായി നിൽക്കുമ്പം, നമുക്ക് മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കർത്താവ് നമ്മളെ കണ്ട് സന്തോഷിക്കുകയാണെന്ന്? നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ചങ്ക് പൊട്ടിയാ കടന്നു പോകുന്നേ, ഉള്ളു തകർന്ന കടന്നു പോകുന്നേ. പക്ഷെ കർത്താവിനെ തിരിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ചങ്ക് പൊട്ടി യേശുവേ എന്നോട് കരുണ തോന്നണേ, എന്നോട് കരുണ തോന്നണേ. പ്രിയരെ, ഞാൻ പറയത്തില്ല എല്ലാവരും സ്പിരിച്വലി ബ്ലൈൻഡാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ, എന്നോട് കരുണ തോന്നണേ. സ്തോത്രം. ഇനി ആ കാലഘട്ടത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് നമുക്ക് കടന്നു പോകാം. ആ കാലഘട്ടത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത വായിക്കാം. 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലെ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു. ഇത്രയും വായിച്ച വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഇസ്രായേലിൻ്റെ ആ കാലഘട്ടത്തിലെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്, സ്പിരിച്വാലിറ്റിയുടെ രണ്ടാമത്തെ സവിശേഷത, സ്പിരിച്വൽ ഡെഫ്നെസ്, ആത്മീയ ബധിരത. കർത്താവ് ഒന്ന് അടുത്ത് വന്നിരുന്ന് വിളിക്കുക, കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ. ശമൂവേലിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ശമൂവേലിനെ ആദ്യം വിളിക്കുന്നു. ഏലി പുരോഹിതന് മനസ്സിലാവുന്നുണ്ടോ? ശമൂവേലിനെ 1-ാമത് വിളിച്ചു, ഏലി പുരോഹിതന് മനസ്സിലാവുന്നില്ല. 2-ാമത് വിളിച്ചു, ശമൂവേലേ, ഏലി പുരോഹിതന് മനസ്സിലാവുന്നില്ല. 3-ാമത് വിളിച്ചു, ശമൂവേലേ. ഏലി പുരോഹിതന് വീണ്ടും സംശയം, ഏലി പുരോഹിതന് തിരിച്ചറിയുന്നില്ല ഈ ശബ്ദം എവിടെ നിന്ന് കേൾക്കുന്നതാ. ആത്മീകമായി സ്വർഗവുമായിട്ട് അത്ര കണക്റ്റായിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ആദ്യത്തെ വിളി തന്നെ മനസ്സിലാവും. സ്പിരിച്വൽ ഡെഫ്നെസ്, ആത്മീയ ബധിരത അവിടെ സംഭവിക്കുന്നേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എത്ര വലിയ ക്രൗഡിൽ നിന്ന് എൻ്റെ പപ്പയെ അപ്പാന്ന് വിളിച്ചാൽ അപ്പന് കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പപ്പ തിരിച്ചറിയും എൻ്റെ മോൻ ഇവിടെയും കണ്ട് നിപ്പുണ്ടെന്ന്. അതുപോലെ എൻ്റെ പപ്പ എന്നെ തിരിച്ച് മോനേന്ന് വിളിക്കുമ്പം എനിക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ പപ്പ ഇവിടെ എവിടെയോ നിപ്പുണ്ടെന്ന്. കാരണം എന്താണെന്നറിയാവോ? ഞങ്ങൾ തമ്മിൽ എന്നും സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്നും മിണ്ടുന്നുണ്ട്. ഞങ്ങളുടെ തിരക്കുകളിൽ പപ്പയും തിരക്കാ, ചില സമയത്ത് ഞാനും തിരക്കാ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഞങ്ങൾക്ക് ഫ്രീ ആകുന്നൊരു സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്നും ഞങ്ങൾ മിണ്ടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പപ്പ എത്ര ക്രൗഡിൽ നിന്ന് വിളിച്ചാലും എനിക്കറിയാം എൻ്റെ അപ്പൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. ഈ ഒരു ബന്ധമാണ് നമുക്ക് ദൈവമായിട്ട് വേണ്ടത്. എന്നെ ബൈബിളിൽ ഒത്തിരി സ്പർശിച്ച ഒരു ക്യാരക്ടറാണ് നെഹമ്യാവ്, ജോഷുവ, മോശ, ഇങ്ങനെയുള്ള ചില ശക്തരായ ബൈബിൾ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ നെഹമ്യാവ് 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നോക്കുമ്പം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. നെഹമ്യാവ് 2:4.
രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് അത് മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കണ്ടോ നിങ്ങൾ? ഒരു വാക്ക് ഉടനെ 1 മണിക്കൂർ എന്നാണോ? രാജാവിന് മുമ്പിൽ രാജാവ് ചോദിച്ചു, എന്തോ നെഹമ്യാവ് വേണ്ടതെന്ന്. നെഹമ്യാവേ, നീ എന്താ മുഖം വിഷമിച്ചിരിക്കുന്നേ, വിഷാദമായിട്ടിരിക്കുന്നേ, എന്തു പറ്റി എന്ന് രാജാവ് ചോദിച്ചപ്പം നെഹമ്യാവ് എടുത്തു ചാടി രാജാവിനോട് പറഞ്ഞതാണോ പറയുന്നത്? ഇല്ല, ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിൽ കൂടുതൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ആ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അപ്പം തന്നെ ആൻസർ ചെയ്യണം. ഈ രാജാവിനോട് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നെഹമ്യാവ് ദൈവമായിട്ട് കണക്റ്റായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെഹമ്യാവ് ദൈവമായിട്ട് കണക്റ്റായി. അതിൻ്റെ കാരണം ഈ ഒരു 2 സെക്കൻഡ് അല്ല നെഹമ്യാവും ദൈവവും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ മാസങ്ങളായി നെഹമ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഉടനെ ദൈവമായിട്ടൊന്ന് കണക്റ്റ് ആവുന്ന ബന്ധം, ഉടനെ ദൈവമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ബന്ധം. ഞാൻ വിളിക്കുമ്പം തന്നെ എൻ്റെ ദൈവം എൻ്റെ ശബ്ദം കേൾക്കുന്ന ബന്ധം. കുറേ നാളൊക്കെ പ്രാർത്ഥിക്കാതിരുന്ന് കഴിഞ്ഞിട്ട് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നുണ്ടെന്ന് വരെയുള്ള ഡൗട്ടല്ലേ ചിലപ്പോൾ നമുക്ക്. കുറേ നാള് എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ നേരെ വിരലി ചൂണ്ടുവാണെന്നൊന്നും ചിന്തിക്കരുത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്താൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. കുറേ നാളൊക്കെ പ്രാർത്ഥിക്കാതിരുന്ന് കഴിഞ്ഞ് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പായുമെടുത്തിട്ട് എത്ര നേരം ഒന്ന് ട്രൈ ചെയ്യണം. എന്തൊരു പിരിമുറുക്കോ, എന്തൊരു മസിൽ പിടുത്തോ. ദൈവം കേൾക്കുന്നുണ്ടോ, ദൈവം എൻ്റെ കൂടെയുണ്ടോ? ഇതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിളിക്കുമ്പോൾ ഉടനെ കേൾക്കുന്ന ഒരു ബന്ധം. എത്ര ദൈവമക്കളൊന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം കർത്താവേ, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം കർത്താവേ. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് സ്വർഗത്തോടൊന്ന് വിളിച്ചു പറഞ്ഞേ, കർത്താവേ അതുപോലൊരു ബന്ധത്തിലേക്ക് ഞങ്ങളുടെ കൈ പിടിച്ച് നടത്തണം കർത്താവേ. ഞങ്ങൾക്ക് എന്നും എപ്പോഴും അങ്ങയോട് മിണ്ടണം. ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ. പ്രിയരേ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ബന്ധമാണ്. നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും, കുറേ നാളുകൾക്ക് മുമ്പ് ഒരിടത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് അവൻ രാവിലെ സ്കൂളിൽ പഠിക്കാനായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞ സമയത്താണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. വിദേശ രാജ്യത്ത് നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഈ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിലെ കെട്ടിടമെല്ലാം ഇടിഞ്ഞ് ഇവൻ ആ ക്ലാസ് റൂമിൻ്റെ അകത്ത് ഇങ്ങനെ അകപ്പെട്ടു. ഇവരുടെ ഈ ക്ലാസ് റൂമിന് കേടൊന്നുമില്ല, അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മേളിലെ കെട്ടിടങ്ങളെല്ലാം മറിഞ്ഞ് താഴെ വീണു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പപ്പ ഇവൻ്റെ പപ്പ രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം മകനെ അന്വേഷിച്ച് അപ്പൻ ഇറങ്ങി സ്കൂളിരിക്കുന്ന പരിസരത്തെത്തി. അത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക, എൻ്റെ മോൻ എവിടാ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ക്ലാസ് റൂം ഇരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ എത്തി. അപ്പൻ ഉറക്കെ വിളിക്കുക, കുഞ്ഞിൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പം ചെറിയൊരു ഹോളിലൂടെ അപ്പൻ്റെ ശബ്ദം ഈ കുഞ്ഞിന് കേൾക്കാം. കുഞ്ഞ് ഉറക്കെ വിളിച്ചു. അപ്പൻ ആ കുഞ്ഞിൻ്റെ ശബ്ദം തിരിച്ചും കേട്ടു. ആ കേട്ട ശബ്ദത്തിൻ്റെ അടുക്കലേക്ക് പിതാവ് എത്തി. അതിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കണ്ടു. അപ്പൻ തിരിച്ചവനെ വിളിച്ചു. അപ്പം തിരിച്ച് ആ കുഞ്ഞിനെ വിളിച്ചു. അപ്പം തിരിച്ച് ആ കുഞ്ഞിനെ വിളിച്ചു. ആ കുഞ്ഞ് തിരിച്ച് അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് അപ്പനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അപ്പനെ കാണാൻ പറ്റുന്നില്ല, അപ്പൻ എവിടാന്ന് ചോദിച്ചു. അപ്പൻ അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്തോന്നറിയാവോ? കുഞ്ഞെ, നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ ചെറിയ ഗ്യാപ്പിലൂടെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇടിഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടങ്ങളുടെ നടുവിൽ നിനക്ക് അപ്പനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ചെറിയൊരു ഹോളുണ്ടല്ലോ, അപ്പന് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ അടുക്ക വന്ന് നമ്മളെ അറിയുന്ന, നമ്മളോട് ഇടപെടുന്ന ഒരു കർത്താവുണ്ട്.
അത് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളെ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ ആത്മീയ പ്രത്യേകതയായിരുന്നു സ്പിരിച്വൽ ഡെഫ്നെസ്, ആത്മീയ ബധിരത. ആദ്യത്തെ പ്രത്യേകതയായിരുന്നു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക അന്ധത. നമുക്കിനി അടുത്തതിലേക്ക് പോവാം. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്നുള്ളത് ഒന്ന് വായിക്കണേ. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മാത്രം ഒന്ന് വായിക്കണം. 3-ാം അധ്യായത്തിന്റെ ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ആ കാലഘട്ടത്തിന്റെ 3-ാമത്തെ പ്രത്യേകത, പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. പെട്ടകത്തോട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിയമ പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ ആ കാലഘട്ടത്തിൽ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. അതിനെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. പ്രിയരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അകലെ നിന്നുള്ളൊരു ബന്ധമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അടുത്ത ബന്ധമാണ്. ദൂരെ നിന്ന് മാർക്കിടുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ദൂരെ നിന്ന് നമ്മൾ എന്തോ ചെയ്യുന്നു, കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. അതിനെ ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. നമ്മൾ ഈ ക്രിയേഷൻ, ഈ ഉൽപ്പത്തിക്ക് ശേഷം ആ ഉൽപ്പത്തി 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ഒക്കെ നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദൈവം എല്ലാ ദിവസവും വൈകിട്ട് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. എന്തുവാ കാര്യം എന്നറിയാവോ? ആദാമിനോടൊന്ന് മിണ്ടണം, ആദാമിനോടൊന്ന് സംസാരിക്കണം, ഹവ്വയോടൊന്ന് സംസാരിക്കണം. എല്ലാ ദിവസവും വൈകിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇവരുടെ അടുക്കൽ ഇറങ്ങി വരുമായിരുന്നു. അവരുമായിട്ട്, ആദാമേ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? ഒരു ദിവസം ആദാം എന്തുവാ ചെയ്തേ, ഹവ്വ എന്തോ ചെയ്തെന്ന് ദൈവത്തിന് കേൾക്കണമായിരുന്നു. ഇതിനു വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണ് ദൈവം അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമാണ് ദൈവം എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യനില്ലായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര പേരൊന്ന് ആഗ്രഹിക്കും, ദൈവമേ അതുപോലെ അങ്ങയുടെ പെട്ടകത്തോടൊന്ന് പറ്റിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന്. ഒന്നാമത്തേതായിരുന്നു ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രാരംഭ അധ്യായത്തിലെ കാര്യം. ഇനി ഒന്ന് വായിക്കണേ. 1-2 കാര്യങ്ങൾ വെച്ച് ഒന്ന് ക്ലിയറായി നിങ്ങൾക്ക് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഒന്ന് വായിക്കാം നമുക്ക്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയം ഇറങ്ങിയതുപോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. ഇവിടെ 2-ാം അധ്യായം 17-ാം വാക്യം നോക്കിക്കുക. അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, പിന്നെ സമാഗമന കൂടാരം പാളയത്തിൻ്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. ഈ പാളയം അടിക്കുന്നതിനെ പറ്റി ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ചില നിയമങ്ങളുണ്ടായിരുന്നു. അതിലൊരു നിയമമാണ് 3 ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങൾ 3 ഗോത്രങ്ങളായി തരം തിരിഞ്ഞ് 4 ദിക്കുകളിലായി ഇവർ പാളയം ഇറങ്ങണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 12 ഗോത്രങ്ങൾ 3 ദിക്ക്, 3 വീതം തരം തിരിഞ്ഞ് 4 ദിക്കുകളിലായി ഇവർ പാളയം ഇറങ്ങണം. 3 ഗോത്രം തെക്ക്, 3 ഗോത്രം വടക്ക്, 3 ഗോത്രം പടിഞ്ഞാറ്, 3 ഗോത്രം കിഴക്ക്. ഇങ്ങനെ 12 ഗോത്രങ്ങൾ 4 ദിക്കുകളിലായി പാളയം ഇറങ്ങണം, കൂടാരം അടിക്കണം. എന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, എവിടെ സമാഗമന കൂടാരം വെക്കാൻ പറഞ്ഞേ? എവിടെ വെക്കാൻ പറഞ്ഞ? 17 ആദ്യം നോക്കി. പാളയത്തിന്റെ നടുവിൽ. പാളയത്തിന്റെ പുറത്തല്ല വെക്കാൻ പറഞ്ഞത്, പാളയത്തിന്റെ നടുവിൽ വെക്കണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം ആഗ്രഹിച്ചു ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണേണ്ടത് എന്നെയാ, ഇവർ ഉച്ചയ്ക്ക് വരുമ്പോൾ കാണേണ്ടത് എന്നെയാ, ഇവർ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് കാണേണ്ടത് എന്നെയാ. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ബന്ധം.
എത്ര പേര് ഇന്ന് രാത്രി ഒന്ന് കർത്താവിനോട് പറയും, ദൈവമേ അങ്ങ് അതാ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ? നമ്മുടെ തിരക്കുകളും നമ്മളുടെ ഒത്തിരി യാത്രകളും ഒക്കെ നമ്മളെ ആ ഒരു സാന്നിധ്യത്തോട് അടുപ്പിച്ച് നിൽക്കുന്നതിന് വലിയ തടസ്സമാണ്. എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞ കാര്യമാണ്, എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന 2 പേരാണ്. എന്നോട് കുഞ്ഞെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ചോദിക്കുന്ന 2 പേരാണ് ഉള്ളത്. ഒന്ന് എൻ്റെ മമ്മി, ഇപ്പോൾ വിളിച്ചാലും ചോദിക്കും നീ പ്രാർത്ഥിച്ചിട്ടാവണ്ട കയറിയത്. ഇപ്പോൾ എന്നിട്ട് രാത്രി വിളിച്ചാൽ ചോദിക്കും നീ കാർ ഓടിക്കാൻ നേരത്തെ കയറുമ്പോൾ ചോദിക്കും പ്രാർത്ഥിച്ചിട്ടാവണ്ട കാർ എടുത്തത്. ഇനി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും മമ്മി പറയും നീ പ്രാർത്ഥിക്കാത്ത കൊണ്ടാ, പ്രാർത്ഥന കുറവാ. മമ്മി എപ്പോഴും പറയും, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും മമ്മി പറയും നീ പ്രാർത്ഥിക്കുന്നുണ്ടോ. ഇടയ്ക്ക് പപ്പയുണ്ടെങ്കിൽ പപ്പ മമ്മീനെ വഴക്ക് പറയും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പപ്പ മമ്മീനെ കറക്റ്റ് ചെയ്യും. രണ്ടാമതെന്നോട് ചോദിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ സെമിനാരിയിലെ പ്രിൻസിപ്പാൾ ആനിമാം. ഇടയ്ക്ക് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് ആനിമാമിനോട് പേഴ്സണലി സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ മാമനോട് ചോദിക്കും, കുഞ്ഞെ ഈ ഞങ്ങളുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സാറേ എന്ന് വിളിക്കും. പിന്നെ പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള ടോക്കുകളിലേക്ക് വരുമ്പം കുഞ്ഞെന്ന് വിളിക്കും. അത് അവരുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ആനിമാവിനോട് എപ്പോഴും ചോദിക്കും, ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചോദിക്കും, കുഞ്ഞെ ഓത്തിൻ്റെയും തിരക്കിൻ്റെയും നടുക്ക് കുഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം. നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും. പക്ഷേ എത്ര നാളായി ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ കണക്റ്റായി ചോദിക്കുന്നത്, എത്ര നാളായി ഒന്ന് പേഴ്സണലായിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയി കർത്താവിനോടൊന്ന് വിശേഷം പറഞ്ഞിട്ട്, കർത്താവിനോടൊന്ന് അടുത്ത് സംസാരിച്ചിട്ട്, കർത്താവിനോടൊന്ന് ഹൃദയം പങ്കുവച്ചിട്ട്, കർത്താവിൻ്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ? ഈ രാത്രി നമുക്ക് ആ ഒരവസ്ഥയിലേക്ക് പോകണം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലയോ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ കൈ പിടിച്ച് എന്നെ കൂടി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം കർത്താവേ. ഒരു കാലമില്ലായിരുന്നോ പോയി ഇരിക്കുമ്പോഴേ കണ്ണ് നിറയുന്ന ഒരു കാലമില്ലായിരുന്നോ അപ്പാന്ന് വിളിക്കുമ്പോഴേ ചങ്ക് പെടയുന്ന ഒരു കാലം? യേശു എന്ന് പറയുമ്പോൾ അത്ര സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലം ഇല്ലായിരുന്നോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രി എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാത്രിയാണ്. ചിലരെയൊക്കെ കൂടെ വീണ്ടും ആ ഭവനത്തിലേക്കുള്ളൊരു മടക്ക യാത്രയല്ല കേട്ടോ. ചിലരൊക്കെ കൂടെ ആ ഭവനത്തിലേക്കുള്ള മടക്ക യാത്രയല്ല. അപ്പൻ്റെ ഭവനത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് വിശന്നപ്പഴ. ആ ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനത്തിൻ്റെ വില അറിയുന്നത് അവന് വിശന്നപ്പഴ. അവൻ്റെ മടക്കയാത്രയിൽ അവൻ ചിന്തിച്ചു, എന്നെ എങ്ങനെ സ്വീകരിക്കും? ഇരു കരവും നീട്ടിയിരിക്കുന്ന അപ്പൻ ഈ രാത്രി ഈ ആലയത്തിൻ്റെ അകത്തുണ്ട്. മടക്കയാത്രയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൻ നിന്നയിടത്ത് ഇപ്പോഴും നിപ്പുണ്ട്. അപ്പൻ നിന്ന ആ സ്ഥലമുണ്ട്. ഇപ്പം ഇവിടെ അപ്പൻ നിന്നതെങ്കിൽ അപ്പൻ ഇവിടെ തന്നെ നിപ്പുണ്ട്. പ്രശ്നം നമുക്കാ, ദൂരം നമുക്കാ പറ്റിയത്. നമ്മൾ എത്ര പോയോ അത്രയും നമ്മൾ മടങ്ങി വരണം. ഇന്ന് രാത്രി ദൈവാത്മാവ് സ്നേഹത്തോടെ ശാന്തമായിട്ട് ഇതിൻ്റെ അകത്ത് ആരെയൊക്കെയോ മടക്കി വിളിക്കുകയാണ്. ഒന്ന് ഭവനത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. ഒന്ന് ഭവനത്തിലേക്ക് ഇരിക്കുന്നത് വടിയും എടുത്ത് അടിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്കുള്ള അധികാരത്തിൻ്റെ മോതിരവും നിങ്ങൾക്കുള്ള അധികാരത്തിൻ്റെ വസ്ത്രവും നിങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് അപ്പൻ ഭവനത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ അപ്പൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങിപ്പോകാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കും? ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഞാൻ ദൈവമേ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒന്നും നടന്നില്ലെങ്കിലും ആ ഇരിക്കുന്ന ക്രൗഡിനെ അപ്പൻ്റെ കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാൻ പറ്റണം. ഈ രാത്രികാലം ആ കൈയുമായിട്ട് കർത്താവ് ഇതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? സ്തോത്രം. എന്നെ ഒത്തിരി ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് നയിച്ച ഒരു സംഭവം, ഒരു റിയൽ റീസൺ എന്തുവെന്നറിയാമോ? നമ്മൾ ചെയ്ത ആദാമ്യ പാപമൊക്കെയാണ്.
തിയോളജിക്കലി അതല്ലേ ശരിയാണ്. ആദാം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് മാനവരാശി മുഴുവൻ പാപികളായി തീർന്നു. പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് ലയിച്ച ഒരു പ്രാക്ടിക്കൽ റീസൺ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? യേശു ഒരു മെശിഹ വരുമെന്നും, ഒരു മെശിഹ വന്ന് ഇസ്രായേൽ യഹൂദന്മാരെ വീണ്ടെടുക്കുമെന്നുള്ള ഒരു സന്ദേശം ഈ പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ ജനത്തെ പഠിപ്പിക്കുമായിരുന്നു. ഇവർക്ക് പറഞ്ഞു കൊടുക്കും, യേശു വരും, ഒരു മശിഹ വരും, മശിഹ വന്ന് നമ്മളെ വീണ്ടെടുക്കുമെന്നുള്ള ഒരു പഠിപ്പിക്കൽ എന്നും സിനഗോഗുകളിൽ ഇവർക്കുണ്ടായിരുന്നു. അത് പ്രവചന പുസ്തകങ്ങളൊക്കെ വെച്ച്. പക്ഷെ ഇവർക്ക് പറ്റിയൊരു പറ്റ്, ഇവരുടെ കൂടെ നടന്ന മശിഹയെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ കൂടെ നടന്ന ഒരു മശിഹ ഉണ്ടായിരുന്നു. ഇവർ പഠിപ്പിച്ച മശിഹ ഇവരുടെ കൂടെ നടന്നേ. ഇവർ പഠിപ്പിച്ച യേശു ഇവരുടെ കൂടെ നടന്നേ. പ്രോബ്ലം കൂടെ നടന്നത് യേശുവാണെന്ന് അറിയാൻ പറ്റിയില്ല. കൂടെ നടന്നത് യേശുവാണെന്ന് അറിയാൻ പറ്റിയില്ല നമ്മൾക്ക്. അതുകൊണ്ട് ഞാൻ അതിലൂടെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ആ കൈ നമ്മൾ ആണി അടിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി വേദനയെടുത്ത ആ കൈ ഉണ്ടല്ലോ, ആ കൈയിലേക്ക് വീണ്ടും നമ്മൾ ആണി അടിച്ചിറക്കുക. വീണ്ടും നമ്മൾ മുൾക്കിരീടം അടിച്ചിറക്കുകയാ. വീണ്ടും ആ വിലാപ്പുറത്ത് നമ്മൾ കുന്തം കൊണ്ട് കുത്തുക. ഈ രാത്രികാലം നമ്മളുടെ മധ്യേ നമ്മുടെ ഒപ്പമുള്ള ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിയാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണേ. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണേ. അങ്ങ് ആഗ്രഹിക്കുന്ന തികവിൻ്റെ അനുഭവത്തിലേക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറഞ്ഞേ. ഇനി ഈ കാര്യത്തെ തന്നെ ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കണേ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടോ? എവിടെ വസിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂലയ്ക്ക് താമസിക്കാന്നാണ്. നടുവിൽ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നും ആഗ്രഹിക്കുന്നത് നമ്മളുടെ നടുവിൽ വസിപ്പാനാ, നമ്മുടെ ഒപ്പമായിരിക്കാനാ, നമ്മുടെ കൂടെ നടക്കാനാ. എന്നും നമ്മളുടെ നടുവിൽ വസിപ്പാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ രാത്രികാലം ആ പെട്ടകത്തോട് ആ കാലഘട്ടത്തിൽ ശമൂവേൽ ചേർന്ന് കടന്ന പോലെ, അപ്പോൾ ആരുമില്ലെങ്കിലും ഞാനുണ്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ആ പെട്ടകത്തിൻ്റെ അടുക്കിലേക്ക് പോവാം. ഇനി ആ കാലഘട്ടത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത നമുക്ക് നോക്കാം. ആ കാലഘട്ടത്തിൻ്റെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ ലൈഫ് ഓഫ് ഏലി സൺ. ഏലിയുടെ പുത്രന്മാരുടെ പാപങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ആത്മീയതയുടെ ഒരു വലിയ സവിശേഷതയാണ്. നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 2:12 ഒന്ന് വായിക്കണേ. 1 ശമൂവേൽ 2:12. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിനോടും അവർ അങ്ങനെ ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ആ കാലഘട്ടത്തിലെ ആത്മീയതയുടെ അടുത്ത പ്രത്യേകത. ഏലി പുരോഹിതന്റെ മക്കൾക്ക് യഹോവയെ അറിയത്തില്ലായിരുന്നു. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, അവർക്ക് റിച്വൽസ് അറിയായിരുന്നു. അവർക്ക് എങ്ങനെ ആരാധന നടത്തണം എന്നറിയായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയായിരുന്നു, എങ്ങനെ പ്രസംഗിക്കണം എന്നറിയായിരുന്നു, എങ്ങനെ കാര്യങ്ങളെ ചെയ്യണം എന്നെല്ലാം അറിയായിരുന്നു. പക്ഷേ അവർക്ക് യഹോവയെ മാത്രം അറിയത്തില്ലായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ അടുത്ത പ്രത്യേകത, അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ഏലി പുരോഹിതന്റെ മക്കൾ, അവർ ഹൊഫ്നിയും ഫീനേഗാസും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. യഹോവയെ അറിയാത്തവരായിരുന്നു. അവർക്ക് റിച്വൽസ് അറിയായിരുന്നു, അവർക്ക് ആചാരങ്ങളെ അറിയായിരുന്നു, അവർക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അടുക്കായിട്ട് ചിട്ടയായിട്ട് അവർക്ക് അറിയായിരുന്നു. ഏറ്റവും നല്ലതുപോലെ അവർ ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചെയ്തിട്ടും നമുക്ക് ദൈവത്തെ അറിയത്തില്ലെങ്കിൽ അത്രമാത്രം പരാജയം എന്തായിരിക്കുന്നേ? നമ്മളെല്ലാം ചെയ്തിട്ടും സ്റ്റിൽ എന്നോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്,
ആരുടെ ഏത് ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളോട്. എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അച്ഛൻ ശരിക്കും ദൈവം ഉണ്ടോ അച്ഛാ? പ്രസംഗിച്ച് പാടി നടക്കുന്ന ചിലർ ചോദിക്കുന്ന, ശരിക്കും ദൈവം ഉണ്ടോ? എന്തിനാ നമ്മളിങ്ങനെ പാടുന്നേ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ആര് കേൾക്കാനാ? ഇങ്ങനെ ഒരാളുണ്ടോ? അപ്പം തന്നെ സ്റ്റേജിൽ കയറി പാടി പ്രസംഗിക്കുന്നവരാവർ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴും ആക്ച്വലി ശരിക്കും നമ്മൾ എത്രമാത്രം ഈ റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്? ഈ ദൈവം എന്ന യാഥാർത്ഥ്യത്തിൽ എത്രമാത്രം നമുക്കൊന്ന് ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? ഏലിയുടെ മക്കൾക്ക് റിച്വൽസ് അറിയായിരുന്നു, ബട്ട് ദേ ഡോണ്ട് നോ ഗോഡ്. യാഹ്വേ, അവർക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ഈ രാത്രികാലം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതങ്ങനെ തന്നെ, ദൈവമേ അങ്ങാരെന്നറിഞ്ഞ് അങ്ങേ ആരാധിക്കാൻ, അങ്ങാരെന്നറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, അങ്ങാരെന്നറിഞ്ഞ് ഓരോ കാര്യങ്ങളെ ചെയ്യാൻ എന്നെ സഹായിക്കണം എന്ന് എത്ര ദൈവമക്കൾ ഈ രാത്രികാലം ആഗ്രഹിക്കുന്നുണ്ട്. ഏലിയുടെ പുത്രന്മാരുടെ ഒന്നാമത്തെ വീഴ്ച, അവർക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഒരു യഥാർത്ഥ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പം അതിൻ്റെ 32-ാം അധ്യായത്തിൽ നോക്കുമ്പം ഇസ്രായേൽ മക്കൾ മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയപ്പം അവിടെ അവർ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഒരു യഥാർത്ഥ ഒരു ഡിവൈൻ ലീഡർ എന്ന് പറഞ്ഞാൽ അവൻ പാളയത്തിൻ്റെ, അവൻ മലയുടെ താഴെ ഒരുപക്ഷെ ശിക്ഷ വിധിക്കുന്നവനായിരിക്കും, പക്ഷെ മലയുടെ മുകളിൽ ജനത്തിന് വേണ്ടി ഇടിവിലിരിക്കുന്നവനായിരിക്കും. നമ്മൾ കാണുന്ന പുരോഹിതന്മാരും നമ്മൾ അപ്പോൾ തന്നെ കാണാത്ത പുരോഹിതന്മാരും ഉണ്ട്. നമ്മൾ കാണുന്ന പുരോഹിതന്മാർ അവർ മലയുടെ താഴെ 3000 പേർ മരിക്കുന്നതിന് കാരണമായ ചിലരായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവർ ആ മലയുടെ മുകളിൽ ദൈവത്തോട് പറയുക, അങ്ങനെ അനുഗ്രഹിച്ചില്ലെങ്കിലും താഴെ നിൽക്കുന്നവരെ നശിപ്പിക്കരുത്. അതാ കാലഘട്ടത്തിലില്ലായിരുന്നു ഒരു ഡിവൈൻ, ആ വെളിപ്പാടുള്ള പുരോഹിതന്മാർ ആ കാലഘട്ടത്തിലില്ലായിരുന്നു. ഇനി അടുത്തത് 2:17 വാക്യം നോക്കുമ്പോൾ അവിടെ പറയുവാണ്, ഇങ്ങനെയായി യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. അവർ ചെയ്ത പാപം, യാഗം നടക്കുമ്പം യാഗപീഠത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ കുത്തിയെടുക്കുമായിരുന്നു. ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ഓഫർ ചെയ്ത യാഗമൃഗത്തെ അങ്ങനെ തന്നെ കുത്തിയെടുത്ത് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതായിരുന്നു ഏലി പുരോഹിതന്മാർ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് ഇതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഏലിയുടെ പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുമായിട്ട് അധാർമിക ജീവിതം, ഇമ്മോറൽ ലൈഫ്, അവരുമായിട്ട് അധാർമിക ജീവിതം നയിച്ചു. ഇങ്ങനെ ഏലിയുടെ പുത്രന്മാരുടെ പാപം കൊണ്ട് കളങ്കപ്പെട്ട ആ ഇസ്രായേൽ സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തിന് പേരെടുത്ത് വിളിക്കാൻ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. ദൈവത്തിന് മോനേന്ന് വിളിക്കാൻ, ദൈവത്തിന് മോളേന്ന് വിളിക്കാൻ, ദൈവത്തിന് കുഞ്ഞേന്ന് വിളിക്കാൻ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. ഹന്നയുടെ ഗർഭത്തിൽ, ഹന്നയുടെ വന്ധ്യതയിലൂടെ ദൈവം ഹന്നയ്ക്ക് പകർന്നു കൊടുത്തിയ ഒരു വലിയ സന്ദേശമാണ്, ഹന്നെ നിനക്കൊരു കുഞ്ഞില്ലാത്ത പോലെ എനിക്ക് കുഞ്ഞില്ല ഹന്നെ, എനിക്കൊരു കുഞ്ഞില്ല ഹന്നെ. ഇനി ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷേ ഇവിടെ ഹന്നയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി തീർന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. എവിടെയാണ് ഹന്നെ അനുഗ്രഹിക്കപ്പെട്ടെ? നമ്മളൊന്ന് നോക്കണേ. അവിടെ 11-ാം വാക്യം നോക്കണം, 1:11. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹന്നയുടെ പ്രാർത്ഥന അങ്ങ് മാറുക. അന്ന് വരെ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു കുഞ്ഞിനെ തരണം. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ ഹന്ന അങ്ങ് വഹിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദനയാ, എനിക്കൊരു കുഞ്ഞില്ല. ഹന്ന ദൈവത്തോട് പറയുക, അങ്ങ് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരം അവൻ മാറ്റിക്കൊള്ളും. അങ്ങ് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ
അവൻ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരം മാറ്റിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഹന്നയുടെ ജീവിതം അങ്ങ് മാറുക കേട്ടോ. അവിടെ നിന്നൊരു വഴിത്തിരിവിലേക്ക് പോവുക. ഈ രാത്രികാലം നിങ്ങൾ എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ പ്രാർത്ഥനകളുടെ അപ്പുറം, എൻ്റെ വിഷയങ്ങളുടെ അപ്പുറം ദൈവമേ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അങ്ങ് എന്നോടൊന്ന് പങ്കുവെക്ക്. ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഇടിവിലിരിക്കാം, ഞാൻ ഉപവസിക്കാം, ഞാൻ കണ്ണുനീരൊഴുക്കാം. എത്ര ദൈവമക്കൾക്ക് ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തോടൊന്ന് പറയാൻ കഴിയും, അങ്ങയുടെ ഹൃദയത്തെ തകർക്കുന്ന ഭാരത്തെ അങ്ങ് എന്നോടൊന്ന് പങ്കുവെക്കണം കർത്താവേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ വേദനയെ അങ്ങ് എന്നോടൊന്ന് പങ്കുവെക്കണം കർത്താവേ. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ അതിനു വേണ്ടി ഇടിവിലിരിക്കാം. ഒന്ന് ആത്മാർത്ഥമായി സ്വർഗത്തോടൊന്ന് പറഞ്ഞേ. ദൈവമേ, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അങ്ങ് ഞങ്ങളോട് പങ്കുവെക്കണേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ വേദനയെ അങ്ങ് ഞങ്ങളോട് പങ്കുവെക്കണേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ തകർച്ചയെ അങ്ങ് എന്നോടൊന്ന് പങ്കുവെക്കണേ. ഞാൻ അതിനു വേണ്ടി കരയാൻ കർത്താവേ, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ. ആത്മാർത്ഥമായി സ്വർഗത്തോടൊന്ന് പറഞ്ഞേ. രാത്രി ആത്മാർത്ഥമായി സ്വർഗത്തോടൊന്ന് പറഞ്ഞേ. അപ്പാ, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ. നമുക്ക് പേഴ്സണലി പറയാനായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ട് ഇല്ലേ? നമുക്ക് എത്ര പ്രാർത്ഥന വിഷയങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷേ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഭാരം അങ്ങ് എന്നോടൊന്ന് പങ്കുവെക്കണേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ, കോട്ടയം IPC ഫിലദൽഫിയ ചർച്ചിൽ ഭയങ്കരമായ ദൈവസാന്നിധ്യം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളിങ്ങനെ അനുഭവിച്ച് വർഷിപ്പിലെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പം പാസ്റ്റർ വർഷിപ്പിന് ശേഷം സംസാരിക്കുക. അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം, ദൈവം നമ്മളുടെ മധ്യമുണ്ട്. ആ വിശ്വാസികളോട് പറയുക, ദൈവം നമ്മളുടെ മധ്യമുണ്ട്, നിങ്ങൾക്കിപ്പോൾ വേണ്ടതൊക്കെ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓർത്തെടുക്കുക, എന്താ ഞാൻ ചോദിക്കണ്ടേ ഇങ്ങനെ ഓർത്തെടുക്കുക. ലാസ്റ്റ് എനിക്ക് ഓർത്തെടുക്കാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും ഓർമ്മ വന്നില്ല. ഫൈനലി ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, ഐ നീഡ് യു ലോഡ്. എനിക്ക് അങ്ങയെ വേണം. അതിന് എനിക്ക് കിട്ടിയൊരു ഉത്തരവുണ്ട്. എന്തുവാണെന്നറിയാവോ? ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം എനിക്കെന്ത് വേണമെന്ന്. ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം എനിക്കെന്തോ വേണമെന്ന്. നമ്മളുടെ പ്രാർത്ഥനകൾ മാറട്ടെ, നമ്മളുടെ പ്രാർത്ഥനാ മുറികളിൽ നിറയട്ടെ. എനിക്ക് യേശുവിനെ വേണം. ഞങ്ങളുടെ മണക്കാലയിലെ മരിച്ചുപോയ TG കോശി സാറ് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് വൈറലായ 2-3 വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, he knows what I need, he knows when I need, he knows how much I need, because he is not my stepfather, he is my father. He is not my stepfather. എന്നെ എടുത്തു വളർത്തിയ ഒരു രണ്ടാൻ അച്ഛനല്ല എൻ്റെ ദൈവം. എന്നെ എടുത്തു വളർത്തിയ എൻ്റെ അപ്പനായ എൻ്റെ ദൈവം. എൻ്റെ അപ്പനായ എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും പ്രാർത്ഥനകളിൽ നിറയട്ടെ. ഐ നീഡ് യു ലോഡ്. എനിക്കെൻ്റെ ദൈവത്തെ വേണം. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും, ഏത് പ്രാർത്ഥനകളിലും എനിക്കെൻ്റെ ദൈവത്തെ വേണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ രാത്രി മുതൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ മുഴങ്ങട്ടെ. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കളൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. He knows what I need. He knows when I need. He knows how much I need. എനിക്ക് എന്ത് വേണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. എനിക്ക് എപ്പോൾ വേണമെന്നും എൻ്റെ ദൈവത്തിനറിയാം. എനിക്ക് എത്രമാത്രം വേണമെന്നും എൻ്റെ ദൈവത്തിനറിയാം. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഡിലേസ് ആർ ഡിവൈൻ പ്രൊട്ടക്ഷൻ. നമ്മൾ ചിന്തിക്കും എന്താ എനിക്കിപ്പോൾ കിട്ടാത്ത, ബട്ട് ഡിലേസ് ആർ ഡിവൈൻ പ്രൊട്ടക്ഷൻ. പല യാത്രകളും ഞങ്ങളിങ്ങനെ ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ ബ്ലോക്ക് വന്ന്, ഈ മരം മറിഞ്ഞും മണ്ണിടിഞ്ഞൊക്കെ ബ്ലോക്ക് വന്ന് ഞങ്ങൾക്ക് കുറേ സമയം ഇങ്ങനെ ട്രാഫിക്ക് കിടക്കേണ്ട വരും. മടുത്തു പോവും. എത്തേണ്ട സമയത്ത് എത്താൻ പറ്റത്തില്ല, തിരക്ക് കൂടി വരുന്നു, മുഷിച്ചിലാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ക്ലിയറായി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ നടന്ന എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ബ്ലോക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെല്ലേണ്ട സമയമാണ്. എനിക്കിട്ട് കിട്ടേണ്ട ഇടിയാണ്, എനിക്കിട്ട് കിട്ടേണ്ട തട്ട. പ്രിയപ്പെട്ടവരെ, ഡിലേസ് ആർ ഡിവൈൻ പ്രൊട്ടക്ഷൻ.
നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ലാഗ് വരുന്നുണ്ടെങ്കിൽ മടുത്തു പോകരുത്. ദൈവം നമ്മളെ എന്തിൽ നിന്നൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഡിലേസ് ആർ ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഹി നോസ് വാട്ട് ഐ നീഡ്, ഹി നോസ് വെൻ ഐ നീഡ്, ഹി നോസ് ഹൗ മച്ച് ഐ നീഡ്. എൻ്റെ ദൈവത്തിനറിയാം എനിക്ക് എന്തു വേണമെന്നും എപ്പോൾ വേണമെന്നും എത്രമാത്രം വേണമെന്നും. അത് അതിൻ്റെ സമയത്ത് ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹി നോസ് വാട്ട് ഐ നീഡ്. എന്ത് വേണമെന്ന് ദൈവത്തിനറിയാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ ക്രിയേഷൻ്റെ നെറേറ്റീവ് പറയുന്നുണ്ട്. ഒന്നാം ദിവസം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിൻ്റെ താഴേക്ക് ഓരോ ക്രിയേഷൻ പറഞ്ഞ് 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം ദൈവം റെസ്റ്റ് എടുത്തു. ഇനി ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നൊരു ചോദ്യമാണ്. ദൈവത്തിന് വേണമെങ്കിൽ 1-ാമത്തെ ദിവസം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിനോട് ചോദിക്കായിരുന്നു, ആദാമേ നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ? ആദാമേ നിനക്ക് കഴിക്കാൻ ഭക്ഷണം വേണോ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ രാത്രി വേണോ? നിനക്ക് പ്രകാശത്തിന് സൂര്യനെ വേണോ? ഓരോ കാര്യം വേണോ ദൈവത്തിന് വേണമെങ്കിൽ 1-ാമത്തെ ദിവസം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ചോദിക്കായിരുന്നു. പക്ഷെ എന്നാ ആദാമിനെ സൃഷ്ടിക്കുന്നത്? എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ദൈവത്തിനൊരു തൃപ്തി വന്നു, അവന് വേണ്ടതൊക്കെ ആയെന്ന്. ഇതാക്കിയിട്ടാ ഇങ്ങ് നമ്മളെ വിട്ടേക്കുന്നേ. ഇതാക്കിയിട്ടാ നമ്മളെ ഇങ്ങ് വിട്ടേക്കുന്നേ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായ ഒരു സമയമില്ലേ, നമുക്ക് വേണ്ടതെല്ലാം ദൈവം റെഡിയാക്കി വെച്ചിട്ടാ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നേ. ഒറ്റ കാര്യമുള്ളൂ, ദൈവം വെച്ചേക്കുന്ന ഒരു വഴിയുണ്ട്, അതിലൂടെ മാത്രം യാത്ര ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടതെല്ലാം റെഡിയാണ്. തക്ക സമയത്ത് വേണ്ടതെല്ലാം ലഭിക്കും. പക്ഷേ നമ്മൾ പോകേണ്ട വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അതാ ഞാൻ പറഞ്ഞേ, ഹി നോസ് വാട്ട് ഐ നീഡ്, ഹി നോസ് വെൻ ഐ നീഡ്, ഹി നോസ് ഹൗ മച്ച് ഐ നീഡ്. എത്രമാത്രം വേണമെന്നും എത്രമാത്രം എങ്ങനെയാണെന്നൊക്കെ കർത്താവിനറിയാം. ദൈവം നടത്തും. ഇനി ഈ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുക. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, ഹന്നയുടെ ഇൻഫെർട്ടിലിറ്റി, ഫിസിക്കൽ ഇൻഫെർട്ടിലിറ്റി ഇസ്രായേലിൻ്റെ ആത്മീക വന്ധ്യതയാണ് കാണിക്കുന്നത്. അതെങ്ങനെ? അതിൻ്റെ ചില സവിശേഷതകളാണ് നോക്കിയത്. ഒന്ന്, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക അന്ധത. ഇവരുടെ മുന്നിലൂടെ കർത്താവ് കടന്നു പോകുമ്പോഴും പോയത് കർത്താവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. 2, സ്പിരിച്വൽ ഡെഫ്നെസ്, അടുത്ത് വന്ന് പേര് വിളിക്കുമ്പോഴും വിളിച്ചത് കർത്താവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അടുത്തത്, പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ ആരുമില്ല, പെട്ടകത്തോടൊന്ന് പറ്റിക്കിടക്കാൻ ആരുമില്ല. അടുത്ത പ്രത്യേകത എന്താ? ഏലിയുടെ മക്കളുടെ പാപം. എന്തായിരുന്നു അവർ ചെയ്ത പാപം? ഒന്ന്, എല്ലാം ചെയ്യുമ്പോഴും ദൈവത്തെ മാത്രം അറിഞ്ഞില്ല. അടുത്തത്, അവിടുത്തെ യാഗപീഠത്തിൽ നിന്ന് ഇവർ മാംസ കഷ്ണങ്ങൾ കുത്തിയെടുത്തു. 3-മത്തെ, അവിടുത്തെ സ്ത്രീകളുമായിട്ട് അധാർമിക ജീവിതം ഇവർ പുലർത്തി. ഇങ്ങനെ ഓരോ രീതിയിലും ദൈവവുമായിട്ട് അകന്നു നിന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഹന്നയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഭാരത്തെ അങ്ങനെ തന്നെ വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന് നോക്കണേ, 1:10 വായിച്ചേ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. ഓക്കെ, അത്രയും മതി. അവിടെ കാണാൻ കഴിയുന്നത് ഹന്ന ആലയത്തിൽ കടന്നു ചെന്നു, അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇത് നടക്കുന്നത് ആലയത്തിലാണ്. ഈ കരച്ചിൽ നടക്കുന്ന ആലയത്തിലാണ്. ഇനി 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ അവസാന ഭാഗം. ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ അതിന്റെ അവസാന ഭാഗം തരുന്ന ഒരു ഭയങ്കര സന്ദേശമുണ്ട്. എന്തെന്നറിയാവോ? ഹന്ന 1-ാം അധ്യായത്തിൽ ആലയത്തിൽ കരഞ്ഞു. 2-ാം അധ്യായത്തിൽ അതേ ആലയത്തിൽ ശമൂവേൽ വളർന്നു. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹന്ന എവിടെ കരഞ്ഞോ? അടുത്ത ആലയത്തിലാണോ? ഉച്ചിലൂടെ മാറിയാണോ? എവിടെ കരഞ്ഞോ, എവിടെ കണ്ണുനീര് വീണോ, അതേ ആലയത്തിൽ ശമൂവേൽ വളർന്നു. ഒന്ന് വിശ്വസിച്ച് ഒന്ന് ഏറ്റെടുത്തി. അതൊന്ന്, ഞാൻ എവിടെ തകർന്നോ, ഞാൻ എവിടെ ഇടിഞ്ഞു, എൻ്റെ ഹൃദയം എവിടെ തകർന്നോ അതേ ഇടത്ത് എൻ്റെ ദൈവം എന്നെ മാനിക്കും.
അതേ ഇടത്തന്നെ ദൈവം വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹന്ന കരഞ്ഞ അതേ ആലയത്തിൽ ശമൂവേൽ ബാലൻ വളർന്നു. ഹന്ന കരഞ്ഞ, ഹന്നയുടെ കണ്ണ് നിറഞ്ഞ് ഹന്നയുടെ ചങ്ക് തകർന്ന അതേ ആലയത്തിൽ ശമൂവേൽ ബാലൻ വളർന്നു. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ തകർന്നു അവിടെ നമ്മുടെ തല കർത്താവ് ഉയർത്തും. നമ്മൾ എവിടെ ഇടിഞ്ഞു അവിടെ നമ്മുടെ തല കർത്താവ് ഉയർത്തും. അവിടെ തന്നെ വേറെ ഒരിടത്ത് കൊണ്ടുപോയിട്ടല്ല കർത്താവ് നമ്മൾ മാനിക്കുന്നേ. തകർന്ന അതേ ഇടത്ത് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളുടെ ചങ്ക് തകർന്ന അതേ ഇടത്ത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ എവിടെ ഇടിഞ്ഞോ അവിടെ നമ്മളെ പണിയും. നമ്മൾ എവിടെ തകർന്നോ അവിടെ നമ്മളെ ദൈവം എഴുന്നേൽപ്പിക്കും. എവിടെ നഷ്ടമുണ്ടായോ അവിടെ ലാഭമായി തീരും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന്, ഹന്ന കരഞ്ഞ അതേ ആലയത്തിൽ ശമൂവേൽ ബാലൻ വളർന്നു. രണ്ടാമത്തെ റിസൾട്ട്, ദൈവം ഹന്നയുടെ ശബ്ദം കേട്ടു. ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ദൈവം ഹന്നയുടെ ശബ്ദം കേട്ടു. ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഒന്ന് വിശ്വസിക്കാവോ പ്രിയപ്പെട്ടവരെ? ഒന്ന് വിശ്വസിക്കാവോ പ്രിയപ്പെട്ടവരെ? അതങ്ങനെ സംഭവിക്കും. ഒരുപക്ഷെ മക്കളെ ചിന്തിച്ച്, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഈ ആലയത്തിൽ ഇന്ന് കൂടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളോടുള്ള ഒരു ദൈവിക സന്ദേശം ഞാൻ സ്നേഹത്തോടെ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ കരയുന്നത് ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങൾ കരയുന്നത് ദൈവം കേൾക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ മെസ്സേജ് കഴിഞ്ഞ് പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ആ പ്രാർത്ഥനകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന പല മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. തകർന്നിരിക്കുന്ന പല മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ആലയത്തിൽ വരാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന നിങ്ങളോടുള്ള സ്നേഹത്തോടെയുള്ള സന്ദേശം, നിങ്ങളുടെ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങൾ പറയുന്നില്ല എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന്, നിങ്ങൾ പറയുന്നില്ല എൻ്റെ മക്കൾ ആരാധനയ്ക്ക് വരുന്നില്ലെന്ന്, നിങ്ങൾ പറയുന്നില്ല എൻ്റെ മക്കൾക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലെന്ന്, നിങ്ങൾ പറയുന്നില്ല എൻ്റെ മക്കൾ വീട്ടിൽ വരുന്നില്ലെന്ന്, നിങ്ങൾ പറയുന്നില്ല എൻ്റെ മക്കൾക്ക് ഞങ്ങളോടൊരു ബന്ധവും ഇല്ലെന്ന്. അതൊക്കെ മാറി അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ. അവർ മടങ്ങി വരാൻ പോകുക പ്രിയപ്പെട്ടവരെ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊക്കെ തട്ടി കർത്താവിനെ സ്തുതിച്ചേ, വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്തേ. അതങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. ഇത് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ കേട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ഇവിടേക്ക് പ്രിപ്പയർ ചെയ്ത അബ്രഹാമിനെ കുറിച്ചുള്ളൊരു മെസ്സേജാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തുള്ളൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തതിൻ്റെ അകത്ത് വെച്ചേക്കുക. ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത മെസ്സേജിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ പങ്കുവെക്കുന്ന 2 മെസ്സേജുകൾ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മെസ്സേജുകളാണ്. വേറെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി അബ്രഹാമിനെ പറ്റി ഉണ്ടാക്കിയ വേറൊരു മെസ്സേജാണ് ഞാൻ പറയാണ്ടിരുന്നത്. എനിക്ക് പറ്റുന്നില്ല അത് പറയാൻ. നിങ്ങളോട് ദൈവത്തിന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാ, നിങ്ങളോട് ദൈവത്തിന് ഇടപെടാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ. നിങ്ങളുടെ മക്കൾ ആ ദൈവത്തെ അറിയും. നിങ്ങളുടെ മക്കൾ മടങ്ങി വരും. നിങ്ങളുടെ മക്കൾ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. നിങ്ങളുടെ മക്കൾ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. അവരുടെ ചെവിയിൽ മുഴങ്ങും. ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ, ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആത്മാവിൽ ഞങ്ങളത് വിളിച്ചു പറയുന്നു, ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ഈ രാത്രി മുതൽ സംഭവിക്കട്ടെ. ഈ രാത്രി മുതൽ സംഭവിക്കട്ടെ. കുടുംബങ്ങളുടെ അകത്തത് വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവി ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ആത്മാവിൽ സംഭവിക്കട്ടെ. കുടുംബങ്ങളുടെ അകത്ത് നിറവേറട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത്, ഇന്ന് രാത്രി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ആത്മമണ്ഡലത്തിൽ സ്വർഗം ചില കുടുംബങ്ങളുടെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആത്മാവിലെ തിരിച്ചറിഞ്ഞ് ആത്മാവിലൊന്ന് പ്രതികരിച്ചാട്ടെ. റഗല രഗത ശകന രഗത വൈഡമാന ആറാമ ശംദാര ദിയാന അർത്ഥപവം ദിയാനക ശനാദര ഉഡാമന റാകാലമ ശംദാര ദിയാന വൈഡമാനക ശംദര പ്രവം ദിയാന അർത്ഥന രഗത വൈഡമാനക ശംദരേ. അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. പൗലോസിനെ പിടിച്ചു നിർത്തിയത് മുഖത്തടിച്ച ഒരു വെട്ടവാ. എൻകൗണ്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്കുള്ളതല്ല. സഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പൗലോസിന് എൻകൗണ്ടർ ഉണ്ടായെന്ന്. എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നവർക്കുണ്ടാകുന്നതല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ചിലരുണ്ടല്ലോ, നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ചിലരുണ്ടല്ലോ, അവരെ ദൈവം തൊടാൻ പോവാ. ഇതൊക്കെ ഔട്ട് ഓഫ് ടോപ്പിക്കാണ് ഞാനീ പറയുന്നത്. ഞാൻ എൻ്റെ അടുത്ത് ഇനി എൻ്റെ ഒരു പോയിന്റ് കൂടെ എനിക്ക് കിടക്കുക. പക്ഷെ ഞാൻ ക്ലിയറായിട്ട് ആത്മാവിൽ തിരിച്ചറിഞ്ഞ സഭയോട് പറയുകയാണ്, എൻകൗണ്ടർ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർക്കുള്ളതാ. ദൈവം ചിലരെയൊക്കെ തൊടാൻ പോവാ. ചില പൗലോസുമാരെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ചിലരൊക്കെ ദൈവിക വെളിപ്പാട്, നീ ആരാകുന്നു കർത്താവേ, ഞാൻ യേശുവാണെന്നുള്ള ശബ്ദം ചിലരൊക്കെ കേൾക്കാൻ പോവുകയാ. അത് തിരിച്ചറിയുന്നവർ വിശ്വസിച്ചൊന്ന് ആത്മാവിൽ അത് ഏറ്റെടുത്താട്ടെ. റാകാമ ശംദാരാദിയാന ഉടമന രഗത വൈഡ പ്രബന്ധിയാനക ശംദരാധരാധര അർത്ഥന രഗത വൈഡ പ്രബന്ധിയാനക ശംദരാധര. അതങ്ങനെ ഈ സഭയ്ക്കകത്ത് സംഭവിക്കട്ടെ. മൂന്നാമത്തെ റിസൾട്ട്, അവസാന പോയിന്റ്, മൂന്നാമത്തെ റിസൾട്ട്. ഹന്ന പ്രാർത്ഥിച്ചത് ഒരു മകന് വേണ്ടി. 3-ാം അധ്യായം അവസാന വാക്യം, 20-ാം വാക്യം ഒന്ന് വായിച്ചു. 20-ാം വാക്യം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? അങ്ങനെയൊരു മോനെ തന്ന, അവനെ ഞാൻ അങ്ങേക്ക് തരാം. ദൈവം എന്തോ കൊടുത്തേ? ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ട ഒരു മകനെ. നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഭാരം വഹിക്കുന്നതാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ ദൈവം തരാൻ പോകുന്നത് ഒരു പ്രവാചകനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ ദൈവം തരാൻ പോകുന്നത് ഒരു പ്രവാചകനെയാണ്, വിശ്വസ്ത പ്രവാചകനെ. ഇതിൻ്റെ അകത്ത് ശാന്തമായി ചലിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. തിരിച്ചറിഞ്ഞ ആത്മാവിൽ അതിനോടൊന്ന് പ്രതികരിക്കണേ. തിരിച്ചറിഞ്ഞ ആത്മാവിൽ അതിനോടൊന്ന് പ്രതികരിക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ ദൈവം തരാൻ പോകുന്നത് ഒരു പ്രവാചകനെയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഉടമന ശംദരാ ദിയാനക ശരാധര റാകമ ശംദരേ ദിയാന ആറാമ ശംദരാ ദിയാനക ശരാധര അർത്ഥപ്രവം ദിയാനക ശംദരാ ദിയാന. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒതുക്കുന്നവനല്ല ദൈവം. നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിൽ ഒതുക്കുന്നവനല്ല ദൈവം. ആത്മാർത്ഥതയോടെ വിളിച്ചു പറയുന്ന പ്രാർത്ഥനയ്ക്ക് അതിന്റെ അപ്പുറം വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തിയുണ്ട്. ചങ്ക് തകർന്ന് വിളിച്ചു പറയുന്ന പ്രാർത്ഥനയ്ക്ക് വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തിയുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മോനെ എനിക്ക് തന്ന, ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന അവൻ അങ്ങേക്കൊരു മോനായിരിക്കും. അങ്ങേക്ക് സങ്കടമല്ലേ അപ്പാ? അങ്ങേക്കൊരു മോനില്ലെന്നുള്ള വിഷമമല്ലേ? എനിക്ക് താ, അവനെ ഞാൻ അതുപോലെ വളർത്താം. എനിക്ക് താ, അവരെ ഞാൻ അതുപോലെ വളർത്തിക്കൊണ്ടുവരാം. എന്തിനാ കൊടുത്തത്? ഒരു മോനെ അല്ല കൊടുത്തേ. മക്കളാണ് ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. വിശ്വസ്ത
വിശ്വസ്ത പ്രവാചകൻ എന്നവൻ അറിയപ്പെട്ടു. വിശ്വസ്ത പ്രവാചകൻ എന്നവൻ അറിയപ്പെട്ടു. ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവം മറുപടി തന്ന് തീർക്കത്തില്ല. അതിൻ്റെ കൂടെ കുറച്ച് ഡിവൈൻ അഡീഷൻസ് കൂടെ, ദൈവികമായ കുറച്ച് കൂട്ടിച്ചേർക്കൽ കൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ ഈ രാത്രികാലം.